മാർ യൗസേ പിതാവിന്റെ ഉപവി. വിശുദ്ധിയുടെ സാരസംഗ്രഹം ദൈവസ്നേഹവും പരസ്നേഹവുമാണല്ലോ. നമ്മുടെ പിതാവ് മാർ യൗസേപ്പിൽ അതിന്റെ പൂർണ്ണതയിൽ വിളങ്ങിയിരുന്നു. ദൈവത്തോടുള്ള അതീവ സ്നേഹത്താൽ പ്രേരിതനായി വിശുദ്ധ യൗസേപ്പ് വിരക്ത ജീവിതം നയിച്ചു. വിരക്തിയുടെ ക്രിയാത്മകമായ വശം ദൈവസ്നേഹവും പരസ്നേഹവും അത്രേ. ദിവ്യജനനിയുടെ വിരക്ത ഭർത്താവും ദൈവകുമാരന്റെ വളർത്തുപിതാവും എന്നുള്ള ദൗത്യ നിർവഹണത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാവിധ ക്ലേശങ്ങളും സഹർഷം സ്വാഗതം ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് വത്സല പിതാവിൽ ഉജ്ജ്വലിച്ചിരുന്ന സ്നേഹം മാത്രം. പരിശുദ്ധ കന്യകാമറിയത്തോടും ഈശോ മിശിഹായോടുമുള്ള നിരന്തര സഹവാസം ദൈവസ്നേഹത്തിൽ അനുനിമിഷം പുരോഗമിക്കുവാൻ സഹായകവുമായിരുന്നു. നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ എല്ലാം ദൈവമഹത്വത്തിനു വേണ്ടി ചെയ്യുവിൻ എന്ന് അപ്പസ്തോല പ്രവരൻ ഉത്ബോധിപ്പിക്കുന്നുണ്ടല്ലോ. അത് വിശുദ്ധ യൗസേപ്പ് പ്രാവർത്തികമാക്കി. അവിടുന്ന് എല്ലാം മരിയാമ്പികയ്ക്കും ഈശോ മിശിഹായ്ക്കും വേണ്ടിയാണ് ചെയ്തത്. എല്ലാം ഈശോയോടു കൂടിയും ഈശോയിലും ഈശോയ്ക്ക് വേണ്ടിയും ചെയ്തു. അത് ദൈവത്തിന് ഏറ്റവും സംപ്രീതിജനകമാണ്. വിശുദ്ധ യൗസേപ്പ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അസാധാരണ കൃത്യങ്ങളോ അത്ഭുതങ്ങളോ ഒന്നും പ്രവർത്തിച്ചില്ല. പക്ഷേ ദൈവജനനി കഴിഞ്ഞാൽ മനുഷ്യ വ്യക്തികളിൽ ഏറ്റവും ഉന്നതമായ വിശുദ്ധി പ്രാപിച്ചു. വന്ധ്യപിതാവ് എല്ലാം ദൈവസ്നേഹത്തെ പ്രതിയാണ് പ്രവർത്തിച്ചത്. ഈശോയോടും പരിശുദ്ധ കന്യകയോടുമുള്ള സ്നേഹവും അതുല്യമായിരുന്നു. മാർ യൗസേപ്പ് തച്ചന്റെ ജോലിയാണ് ചെയ്തിരുന്നത്. ഒരു ഉപജീവന മാർഗം എന്നതിലുപരി സഹോദര സേവനമായിട്ടാണ് അദ്ദേഹം അത് പരിഗണിച്ചത്. പരോപകാരാർത്ഥമിതം ശരീരം എന്നുള്ള തത്വം മാർ യൗസേപ്പ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. നമ്മുടെ പിതാവിന്റെ ദൈവസ്നേഹ തീഷ്ണത നമുക്ക് മാർഗദർശനമാകണം. ജീവദാന്തസിന്റെ ചുമതലകളുടെ നിർവഹണവും നമ്മുടെ ജോലികളുമെല്ലാം ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും വളർന്നു വരുവാൻ നമ്മെ സഹായിക്കണം. മതപരമായ ജീവിതം കേവലം ബാഹ്യമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കേണ്ടത്. ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള ക്രിയാത്മകമായ സ്നേഹമായിരിക്കണം അതിൻ്റെ അന്തസത്ത. സ്നേഹം വൈകാരികമായിരുന്നാൽ മതിയാവുകയില്ല. അത് വാക്കുകളുടെയും അസ്തിത്വത്തിൻ്റെയും ഭാവവും പ്രവർത്തനത്തിൻ്റെ ചൈതന്യവുമായി മാറണം. അതാണ് ക്രിസ്തീയമായ വിശുദ്ധി. സ്വർഗാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ ശിഷ്യരാകുന്നു എന്ന് ലോകം മനസ്സിലാക്കുമെന്നുള്ള മിശിഹായുടെ ദിവ്യവചസ്സുകൾ നമുക്ക് മാർഗദർശകമാകേണ്ടതാണ്. ക്രിസ്ത്യാനികളെ സ്നേഹിക്കുന്നതിലുള്ള പരാജയമാണ് ആധുനിക ലോകത്തിലെ തിന്മകളുടെയെല്ലാം നിദാനം.